ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഏജൻസിക്കാർ പറയും നമുക്ക് 1,00,000 സേവ് ചെയ്യാൻ പറ്റുന്നൊക്കെ. പക്ഷേ ഒരു ജനറൽ വർക്കിന് പറഞ്ഞ ആൾക്ക് അത്രയ്ക്കും സേവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്കിൽ വർക്കാണെങ്കിൽ ഓക്കെ സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. ഇവിടെ എന്ന് വെച്ചാൽ ടാക്സൊക്കെ പിടിച്ചിട്ട് നിസ്സാരം പൈസ കിട്ടുള്ളൂ. പിന്നെ അതിൽ നിന്ന് ഫുഡിൻ്റെ എക്സ്പെൻസ് വേണം, റൂം റെൻറ്റ് കൊടുക്കണം, പിന്നെ ഫോൺ റീചാർജ് ചെയ്യണം, ബസ്സിൻ്റെ റീചാർജിങ് എല്ലാം കൂടി അത്യാവശ്യം പൈസ വരുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഞങ്ങളിപ്പോൾ ഉള്ളത് യൂറോപ്യൻ കൺട്രി സ്ലോവേനിയയിലാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം ഇവിടെ വന്നിട്ടൊരു 5-6 മാസമായിട്ടുണ്ട്. ഞങ്ങൾ വർക്ക് വിസയിലാണ് ഇവിടെ വന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു പേപ്പർ വർക്കും കാര്യങ്ങളും, TRC കാർഡ് കളക്ട് ചെയ്യാൻ പോയത്, അങ്ങനത്തെ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂവിൽ നമുക്കൊരു ബേസിക് ഇംഗ്ലീഷ്, പിന്നെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചു, പിന്നെ നമ്മുടെ ജോലി സംബന്ധമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അവർ ജോലിനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് ജോലി, പിന്നെ ഇത്ര മണിക്കൂറാണ്, പിന്നെ സാലറി, അതൊക്കെ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അവരൊരു മെയിൽ അയക്കും, നമ്മളിങ്ങനെ സെലക്റ്റായി എന്ന് പറഞ്ഞ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PCCക്ക് അപ്ലൈ ചെയ്യുക. PCC അപ്ലൈ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ്. അപ്പോൾ ആ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മൊരു വക്കീലിനെ കൊണ്ട് നോട്ടറി ചെയ്യിപ്പിച്ചിട്ട് അതും, പിന്നെ ഒരു യൂറോപ്പ് CV, പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ 4 എണ്ണം, അതും കൂടി അപ്പോസ്റ്റൽ ചെയ്യണം. പിന്നെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാവരും കൂടി നമ്മൾ കൊറിയറായിട്ട് ഇവിടുത്തെ സ്ലോവേനിയത്തെ കമ്പനിക്ക് അയക്കണം. അവരത് സ്ലോവേനിയൻ മിനിസ്റ്ററിൽ സബ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞൊരു 30 to 40 ദിവസത്തിനുള്ളിൽ നമുക്കൊരു മെയിൽ വരും. ഈ ദിവസം ഈ ടൈമിൽ നമ്മുടെ ബയോമെട്രിക്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ അപ്പോൾ ഡൽഹിയിലത്തെ സ്ലോവേനിയൻ എംബസിയിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യണം. എംബസിയിൽ ചെല്ലാണ്. അപ്പോൾ എംബസിയുടെ ഫ്രണ്ടിൽ ഒരാൾ ടോക്കൺ ഉണ്ടാവും. അപ്പോൾ ടോക്കൺ എടുക്കുക. ടോക്കൺ അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുക. വേറെ പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അവർക്കൊന്ന് ചെക്ക് ചെയ്യാനാണ്, പിന്നെ അവർ വെരിഫൈ ചെയ്യണം, അത്രയ്ക്കേ ഉള്ളൂ. അവിടെ പിന്നെ വേറെ ഒന്നുമില്ല. മാക്സിമം ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റാണ് നമുക്കവിടെ ആകെ വേണ്ടുള്ളൂ. അത്രയ്ക്ക് ടൈമുള്ളൂ അവിടെ പരിപാടികളൊക്കെ. പിന്നെ സ്ലോവേനിയയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് വരണ പ്രോസസ്സല്ല. നമുക്കിവിടെ കാർഡാണ് കിട്ടുക. നമുക്കത് ഇന്ത്യയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. TRC കാർഡ് ഓൾറെഡി നമ്മൾ അവിടെ തന്നെ കളക്ട് ചെയ്യാം. പിന്നെ ഇവിടെ വന്നിട്ട് കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബയോമെട്രിക്സിൻ്റെ സബ്മിഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 30 അല്ലെങ്കിൽ 45 വർക്കിംഗ് ഡേയ്സാണ് അവർ പറയണത്. നമുക്കൊരു മെയിൽ വരും TRC കാർഡ് കളക്ട് ചെയ്യാനായിട്ട്. ചിലവർക്കത് നേരത്തെ വരും. ഞങ്ങൾക്ക് ഒരു 2 മാസത്തോളം എടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ടിനൊക്കെ 2 ആഴ്ചക്കുള്ളിലൊക്കെ വന്ന് കളക്ട് ചെയ്തവൻ. പിന്നെ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർഡ് കളക്ട് ചെയ്യാൻ പോലും ഇതേമാതിരി തന്നെ ടോക്കൺ എടുക്കുക. നമ്മൾ അകത്തേക്ക് കയറണ്, നമ്മുടെ പാസ്പോർട്ട് സാധനങ്ങളൊക്കെ കൊടുത്ത് അവർ വെരിഫൈ ചെയ്യണ്. പിന്നെ നമ്മൾ കാർഡ് മേടിക്കുമ്പോൾ അവർക്കൊരു 1000 സംതിങ് പൈസ UPI പേയ്മെൻറ്റ് വഴി അയച്ചു കൊടുക്കണം. നമ്മുടെ കയ്യിലാണ് പൈസയെങ്കിൽ അവർ പറയണം ബാങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ എന്താണ് ആ പൈസ എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് പോകേണ്ടവർക്ക് അവിടെ നിന്ന് പോകാൻ ഡൽഹിയിൽ നിന്ന് കയറി ഫ്ലൈറ്റ് കയറാം, അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ നിന്നാണ്. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ അത്രയൊക്കെയായിരുന്നു എൻ്റെ ഈ വിസയുടെ പ്രോസസ്സിങ്ങൊക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.